ഇന്ന് നമ്മൾ നോക്കുന്നത് +1 2022 മെയിൻ എക്സാമിന്റെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പം ഫസ്റ്റ് സെക്ഷൻ നോക്കാം. सूचना 1 से 6 तक के प्रश्नों के उत्तर कोष्टक से चुनकर लिखे. അപ്പം നിങ്ങളുടെ പാറ്റേണിൽ ഇങ്ങനെയാണ് വരുന്നത്. ആദ്യത്തെ 1 to 6 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കോഷ്ടകം എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാണ് വേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അപ്പം എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്രാദ് കിസ് വിധാ കി രചന ഹെ. അബ്രാദ് ഏത് കാറ്റഗറിയിൽ പെട്ട കൃതിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കഹാനി, സ്റ്റോറി അല്ലേ അബ്രാദ്. സെക്കൻഡ് വൺ, കിസ്കാ സ്വപ്ന ജൽ കി ബുൽബുലെ കെ സമാൻ ഹെ. അതിന്റെ ആൻസർ എന്താ? ആദ്മീക. അത് ചാന്ദ് ഓർ കവി എന്ന് പറഞ്ഞ ആ കവിതയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ആനന്ദ് കി ഫുൽജടിയ നിബന്ധ കിസ്കാ ഹെ. ആനന്ദ് ഗോപാൽ ഷേബ്ഡെ. ആനന്ദ് കി ഫുൽജടിയ എന്ന് പറഞ്ഞ നിബന്ധ ആരാണ് എഴുതിയിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹേമ കിസ് കഹാനി കി പാത്ര ഹെ. ഹേമ ഏത് സ്റ്റോറിയിലെ ക്യാരക്ടറാണ്? ദുഃഖിലെ. फिफ्थ वन, अनुदाब लघु कथा का यात्री किस गाड़ी में यात्रा कर रहा है. അനുതാപ് ലഘുകഥയിലെ യാത്രി ഏത് വെഹിക്കിളിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്? റിക്ഷ. സിക്സ്ത് വൺ, ബിസ്കുട്ട് കുത്തർത്തെ ചുപ് ഹോ രഹാ ഹെ കോൺ. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു ആരാണ്? റോത്താ ഹുവ ബച്ച. പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞ പോയത്തിലെ വരികളിൽ പറയുന്നതാണത്. നെക്സ്റ്റ് സെക്ഷൻ, 7 से 10 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखे. ഇനിയുള്ള സെക്ഷൻസിലൊന്നും കമ്പൽസറി ആയിട്ട് ആൻസർ എഴുതേണ്ട ആവശ്യമില്ല. അപ്പം 7 തൊട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വീതമാണ്. അപ്പോൾ ഈ ഒരു സെക്ഷന് ടോട്ടൽ 4 മാർക്സ് ആണ് ഉള്ളത്. 7th ക്വസ്റ്റ്യൻ, ഡോക്ടർ ने असलम को रिक्शा चलाने से मना कर रखा था क्यों. അപ്പോൾ ഡോക്ടർ അസ്ലമിന്റെ അടുത്ത് റിക്ഷ ഓടിക്കരുത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? असलम के दोनों गुर्दों में खराबी थी इसलिए डॉक्टर ने उसे रिक्शा चलाने से मना कर रखा था. असलम बीमार था. അസ്ലമിന് വയ്യായിരുന്നു. അസ്ലമിന്റെ 2 കിഡ്നിക്കും അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അസ്ലമിനോട് ഓട്ടോ ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 8th ക്വസ്റ്റ്യൻ, പത്തർ की बेंच जिस पर अंकित है आंसू, थकान, विश्राम और प्रेम की स्मृतियां. പത്തർ की बेंच पर क्या क्या अंकित है. അപ്പൊ പത്തർ की ബെഞ്ചിലെ 3 ലൈൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് പത്തർ की ബെഞ്ചിൽ എന്തെല്ലാമാണ് ഉള്ളത്. അപ്പൊ അതില് ഈ ലൈൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? പത്തർ की बेंच पर आंसू, थकान, विश्राम और प्रेम की स्मृतियां अंकित है എന്നാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. 9th ക്വസ്റ്റ്യൻ, ലേഖക് ने कहा ब्यूटीफुल यह सुनकर बैंक का क्लर्क प्रसन्न हुआ क्यों. അപ്പോൾ ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ആനന്ദ് കി ഫുൽജടിയ എന്ന് പറഞ്ഞ ചാപ്റ്ററത്തെ ആണ്. അപ്പോൾ ലേഖകൻ ആ ബാങ്കിലെ ക്ലർക്കിനോട് അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ടാണ് പറയുന്നത് ബ്യൂട്ടിഫുൾ എന്ന്. അത് കേൾക്കുമ്പോഴാണ് ക്ലർക്ക് ഹാപ്പി ആവുന്നത്. അപ്പോൾ ലേഖക് ने देखा कि क्लर्क की लिपि बहुत सुंदर थी. यह देखकर लेखक ने कहा ब्यूटीफुल. यह सुनकर क्लर्क प्रसन्न हुआ. അപ്പോൾ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 2 or 3 സെന്റൻസിൽ ആൻസർ എഴുതാട്ടോ. 10th ക്വസ്റ്റ്യൻ, तुम्हें कहना नहीं आता यहाँ तुम्हें किन किन का प्रतिनिधित्व करते हैं. നിനക്ക് സംസാരിക്കാനായിട്ട് അറിയില്ല എന്ന് കവി പറയുന്നുണ്ട്. അതിൽ ഈ തുമേ, നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറയുന്നത് ആരെയാണ് ആ തുമേ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രതിനിധിത്വ കർണ എന്ന് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുക എന്നാണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് സമാജ് കെ ഉപേക്ഷിത് ലോഗോ കോ അല്ലെങ്കിൽ ഗരീബോ ഓർ നിമ്ന വർഗ കെ ലോഗോ കോ എന്തായാലും കുഴപ്പമില്ല. കാരണം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിൽ പാവപ്പെട്ടവരുണ്ടാവാം, നിമ്ന ജാതിയിൽപ്പെട്ടവരുണ്ടാവാം, അവരെല്ലാരും കൂടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ 11 से 15 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखे. 11 to 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസിന്റെ ആണ് ആൻസർ എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്സ് വീതമാണ്. അങ്ങനെ ടോട്ടൽ 12 മാർക്സ് ആണ് ഈ ഒരു സെക്ഷന് ഉള്ളത്. 11th क्वेश्चन, दोहा पढ़े और आशय लिखे. साई इतना दीजिए जामे कुटुंब समाय मैं भी भूखा ना रहूं साधु न भूखा जाए. അപ്പം താഴെ തന്നിട്ടുള്ള കബീറിന്റെ ദോഹയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 മാർക്സ് ആണല്ലോ. അപ്പോൾ ഇതിന്റെ ആശയം എഴുതേണ്ടതാണ്. ഇത് നമ്മൾ കബീറിന്റെ ദോഹയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഈ ദോഹയുടെ അർത്ഥം എന്താണ്? ഈശ്വരനോട് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എനിക്ക് ഇത്രയും തന്നാൽ മതി, എന്തിലാണോ എന്റെ കുടുംബത്തിന് ജീവിക്കാനായിട്ട് കഴിയുന്നത്
പറയുന്നത്. അല്ലാണ്ട് അധികമൊന്നും തരേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ആവശ്യത്തിന് ഉള്ള റിസോഴ്സസ് മാത്രം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി. മേ ഭി ഭൂക്ക നാ രഹൂം സാധു ന ഭൂക്ക ജായ്. ഞാനും എൻ്റെ ഫാമിലിയും പട്ടിണി കിടക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു സാധു വരികയാണെങ്കിൽ അദ്ദേഹത്തെയും വെറും കൈയോടെ വിടാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പട്ടിണി കിടത്താനായിട്ട് ഇടവരരുത്. അങ്ങനത്തെ അത്രയും ഒരു സ്വത്തും ധനമൊക്കെ ഞങ്ങൾക്ക് തന്നാൽ മതി, അതിലും കൂടുതൽ സമ്പത്ത് ആവശ്യമില്ല എന്നാണ് ആ ഒരു ദോഹയുടെ അർത്ഥം. പിന്നെ അതിന്റെ ആൻസർ പ്രൊവൈഡ് ചെയ്യാത്തത് നമ്മൾ മുന്നേ കൂട്ടി ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. 12th ക്വസ്റ്റ്യൻ, ജീവൻ വൃത്ത് പഠേ ഓർ യശ്പാൽ കെ ബാരെ മേ ഏക് അനുച്ഛേദ് ലിഖേ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഹിൻസ് വെച്ചിട്ട് ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യശ്പാലിന്റെ ആണ് പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ എഴുതുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക, എന്നിട്ട് ടൈറ്റിലായിട്ട് യശ്പാൽ ബ്രാക്കറ്റിൽ 1903 to 1976 എന്ന് കൊടുക്കണം. അപ്പോൾ 1903 അദ്ദേഹം ജനിച്ചത്, 1976 അദ്ദേഹത്തിന്റെ മൃത്യു ഉണ്ടായിരുന്നത്. അപ്പം അത് കൊടുക്കാം. എന്നിട്ട് താഴെ എഴുതുക, ഹിന്ദി സാഹിത്യ കെ പ്രമുഖ രചയിത യശ്പാൽ കാ ജന്മ 3 दिसंबर 1903 को ഫിറോസ്പൂർ ഛാവനി പഞ്ചാബ് മേ ഹുവാ ഥാ. അതൊറ്റ സെന്റൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. ഉൻകി പ്രമുഖ രചനാएं है झूठा सच, देशद्रोही, सिंहावलोकन. उनको പത്മഭൂഷൺ സമ്മാൻ ബി മിലാ ഹെ, അല്ലെങ്കിൽ ഉൻകോ പത്മഭൂഷൺ ബി മിലാ ഹെ. അല്ലെങ്കിൽ എന്തെഴുതാം? പത്മഭൂഷൺ സെ ഉൻകാ സമ്മാൻ കിയാ ഗയാ ഹെ. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഉൻകി മൃത്യു 26 ദിസംബർ 1976 കോ ഹുയി. അങ്ങനെ എഴുതി അവസാനിപ്പിക്കുക. പിന്നെ യശ്പാൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിലുള്ള ചാപ്റ്ററിൽ തന്നെ പറയുന്ന ഓഥറാണ്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് അറിയാന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. 13th क्वेश्चन, कवितांश पढ़े और भावार्थ लिखे. इस पत्थर की बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला. इसे उखाड़ कर ले जाया अथवा तोड़ा भी जा सकता है. അപ്പോൾ പത്ഥർ കി ബെഞ്ച് എന്ന് പറഞ്ഞ കവിതയിൽ നിന്ന് തന്നിട്ടുള്ള ഒരു പോർഷൻ ആണിത്. അപ്പോൾ ഈ പോർഷന്റെ അർത്ഥം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിനെ കുറിച്ച് ജസ്റ്റ് 1-2 ലൈൻസ് എഴുതുക, ഈ കവിതയുടെ ഈ ഭാഗത്തിന്റെ സമ്മറി എഴുതുക, എന്നിട്ട് അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എഴുതുക. ഇതൊക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ആണ്. 14th क्वेश्चन, मैं इन्हें इस उम्मीद से फेंक रही हूँ कि इनमें से कुछ भी अगर जड़ पकड़ लेंगे तो लोगों का इससे कुछ फायदा होगा. संभ्रांत महिला क्यों ऐसा कह रही है. അപ്പോൾ 14th ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ആനന്ദ് കി ഫുൽജടിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആ ഒരു മാന്യയായ സ്ത്രീ ഇങ്ങനെ ട്രെയിനിലൂടെ പോകുമ്പോൾ ഒരുപാട് പൂക്കളുടെയും ഫലങ്ങളുടെയും ഒക്കെ സീഡ്സ് പുറത്തേക്ക് ഇങ്ങനെ എറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണ് എറിയുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞത് എന്താണ്? ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുമുള്ള പൂക്കളോ ഫലങ്ങളോ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപയോഗം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. 15th क्वेश्चन, यह कदन पढ़े और ഇബ്രാഹിം അലി കെ ചരിത്ര पर टिप्पणी लिखे. താഴെ തന്നിട്ടുള്ള പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് ഇബ്രാഹിം അലിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറയുന്നത്. किसी को हमें रोकने का कोई हक नहीं है. लोगों की मनोवृत्ति में आया वह परिवर्तन ही हमारी असली विजय है. അപ്പോൾ ഇതും ജുലൂസിന്റെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. 16th क्वेश्चन, സഹി മിലാൻ കരെ. നെക്സ്റ്റ് പറയുന്നത് മാച്ച് ചെയ്യാനാണ്. ഫോർമാറ്റ്, പ്രാരൂപ്, ചാറ്റ്സ്, ബാത്ചീത്, ഔട്ട്പുട്ട്, ബഹിർപാത്, പ്രോസസ്, പ്രക്രിയ, സെർച്ച്, खोज, इंटरनेट, अंतर्जाल, कैंसल, रद्द करें, എഡിറ്റിംഗ്, ഈക്ഷൻ. അപ്പോൾ പാരിഭാഷിക് ശബ്ദാവലി പഠിക്കാനായിട്ട് ആരും മറക്കരുത്. ഈസിലി 8 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്, ഇത് വിട്ടുപോകരുത് കേട്ടോ. നെക്സ്റ്റ്, गद्यांश पढ़े और प्रश्न 17 से 18 के उत्तर लिखे. താഴെ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് 17th and 18th क्वेश्चन आंसर എഴുതാനാണ് പറയുന്നത്. मेरे भाई बचपन से अपाहिज थे. उनके एक पैर को पोलियो हो गया था, लेकिन वे बहुत सुंदर थे. देवताओं की तरह वे आसपास के कई गांवों में सबसे अच्छे तैराक थे और उनको हाथ के पंजों की लड़ाई में कोई नहीं हरा सकता था. അപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിൽ ചെറുപ്പം മുതലേ ഹാൻഡിക്യാപ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ പോളിയോ ബാധിച്ചതാണ്. കാണാൻ വളരെ സുന്ദരനായിരുന്നു, ദേവതമാരെ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അടുത്തൊക്കെയുള്ള ഗ്രാമങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല തേരാഗ് എന്ന് പറയുന്നത് എന്താണ്?
സ്വിമ്മറാണ് ചേട്ടൻ. പിന്നെ അതുപോലെ തന്നെ കൈ വെച്ചിട്ടുള്ള ഈ പഞ്ചഗുസ്തിയിലൊന്നും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ഘൂസെ സെ നാരിയൽ ഓർ ഈട്ടേ തോട് ദേത്തെ थे. അപ്പോൾ ഒറ്റ അടിക്ക് എന്താണ് ഒരു നാളികേരവും അതുപോലെ തന്നെ ഒരു ബ്രിക്കൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന് കഴിയുമായിരുന്നു. ജബ്കി मैं दुबला पतला था, कमजोर और चिड़चिड़ा. मुझे अपने भाई से ईर्ष्या होती थी क्योंकि उनके बहुत सारे दोस्त थे. അപ്പോൾ ചേട്ടൻ ഇത്രയൊക്കെ നല്ലതാണെങ്കിലും ഇത്രയും കഴിവുകൾ ഉണ്ടെങ്കിലും ഞാനാണെങ്കിൽ ഇങ്ങനെ മെലിഞ്ഞ് ക്ഷീണിച്ച് അതുപോലെ തന്നെ എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കാണെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് ഈർഷ്യ എന്ന് വെച്ചാൽ അസൂയ തോന്നുമായിരുന്നു. കാരണം ചേട്ടന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ പാരഗ്രാഫിൽ. ഇത് അബ്രാദ് സ്റ്റോറിയിലെ ലൈൻസ് ആണ്. 17th ക്വസ്റ്റ്യൻ, മുझे अपने भाई से ईर्ष्या होती थी क्यों? അപ്പം എനിക്ക് എൻ്റെ ചേട്ടനോട് അസൂയ തോന്നാറുണ്ട് എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. मुझे अपने भाई से ईर्ष्या होती थी क्योंकि उनके बहुत सारे दोस्त थे. അപ്പോൾ എനിക്ക് ഏട്ടനോട് അസൂയ തോന്നാനുള്ള കാരണം എന്താണ്? ചേട്ടന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ പാരഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. ഖണ്ഡ് കാ സംക്ഷേപൻ കരെ. അപ്പം ഈ ഒരു പാരഗ്രാഫിനെ സംക്ഷേപം ചെയ്യുമ്പോൾ എന്താ 1/3 ആയിട്ട് റെഡ്യൂസ് ചെയ്ത് എഴുതണം. 6 മാർക്സ് ആണ് ആ ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു ടൈറ്റിൽ കൊടുക്കാം. വേണമെങ്കിൽ ഈർഷ്യ എന്നുള്ള ടൈറ്റിൽ കൊടുക്കാം. എന്നിട്ട് ഇപ്പം ഇവിടെ ആണെങ്കിൽ 5 സെന്റൻസ് ആണ് ഉള്ളത്. ഈ 5 സെന്റൻസിനൊരു 2-3 സെന്റൻസ് ആക്കി ചുരുക്കി എഴുതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, മേരെ ഭായി ബച്പൻ സെ അപാഹിജ് थे परंतु वे बहुत सुंदर अच्छे तैराक और बहुत शक्तिशाली थे. അത് ഒറ്റ സെന്റൻസ് ആയിട്ട് മാറിയല്ലോ. पर मैं कमजोर और दुबला पतला सा था. मुझे अपने भाई से ईर्ष्या होती थी क्योंकि उनके बहुत सारे दोस्त थे. അങ്ങനെ 3 സെന്റൻസ് ആയിട്ട് അവസാനിപ്പിക്കാം. കവിതാംശ് പഠേ और 19 से 21 तक के प्रश्नों के उत्तर लिखे. അപ്പോൾ ഈ ഒരു കവിതാഭാഗം വായിച്ചിട്ട് 19 to 21 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അരേ ആ ഗയി ഹെ ഭൂലി സി യ മധു ഋതു ദോ ദിൻ കോ छोटी सी कुटिया मैं रच दूं नई व्यथा सात दिन को वसुधा नीचे ऊपर नभ हो नीड अलग सबसे हो झारखंड के चिर पतझड़ में भागो सूखे तिनको. മധുഋതുവിലെ ലൈൻസ് ആണ്. താഴത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ധർത്തി കാ സമാനാർത്ഥി ശബ്ദ കോൺസാ ഹെ? ഭൂമി എന്നതിനോട് സിമിലർ ആയിട്ടുള്ള മീനിങ് ഉള്ള വാക്ക് എന്താണ്? വസുധ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്. 20th ക്വസ്റ്റ്യൻ, झारखंड के चिर पतझड़ में किनको भाग जाना है? सूखे तिनको को. 21st ക്വസ്റ്റ്യൻ, കവിതാംശ് की ആസ്വാദൻ ടിപ്പണി ലിഖിയ. 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്ററിനെ കുറിച്ച് എഴുതണം, പിന്നെ പോയത്തിന്റെ സമ്മറി എഴുതണം, നിങ്ങളുടെ ദൃഷ്ടികോണം എഴുതണം. 22 से 26 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखिए. 22 to 26 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്സ് വീതമാണ്. ടോട്ടൽ 18 മാർക്സ് ആണ്. 22nd क्वेश्चन, असलम की मृत्यु की खबर सुनकर यात्री का मन संघर्ष से भरा था. उसके बारे में वह अपनी पत्नी से बातचीत करता है. वह बातचीत तैयार करे. അപ്പം യാത്രയാണെങ്കിൽ അസ്ലമിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ യാത്രയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമായി, ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നു എന്ന് കരുതുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അസ്ലം की मृत्यु की खबर असलम के प्रति अपना व्यवहार पश्चाताप से उत्पन्न അനുതാപ്. അപ്പം അസ്ലം മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞത്, അതുപോലെ തന്നെ യാത്രി ബിഹേവ് ചെയ്ത രീതി, അതുപോലെ തന്നെ ഈ ന്യൂസ് കേട്ടപ്പോൾ അയാൾക്ക് തോന്നിയ പശ്ചാത്താപം, ഇതെല്ലാം ആ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തണം. അപ്പം എൻ്റെ കയ്യിൽ ഒരു മോഡൽ കോൺവെർസേഷൻ ഉണ്ട്. പക്ഷെ അത് യാത്രിയുടെ വൈഫും കൂടെ സംസാരിക്കുന്നതല്ല, യാത്രിയുടെ ഫ്രണ്ടും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ മാറ്റി എഴുതിയാൽ മതി. ഇൻ കേസ് ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഫ്രണ്ടിനോടുള്ള കോൺവെർസേഷൻ ചോദിച്ചു വിടാനും ഇല്ല. ഹം യാത്രി കാ നാം അമൻ ഓർ മിത്ര കാ നാം രോഹിത് രഖ്തേ ഹെ. അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതാം. കാരണം യാത്രി പത്നി അല്ലെങ്കിൽ യാത്രി ദോസ്ത് എന്നൊക്കെ എഴുതുന്നേക്കാളും 2 പേര് കൊടുക്കണമല്ലേ നല്ലത്. പക്ഷെ പേര് കൊടുക്കുമ്പോൾ ആരിനെയാണ് നിങ്ങൾ യാത്രിന്ന് ഉദ്ദേശിച്ച്, ആരിനെയാണ് പത്നി അല്ലെങ്കിൽ ദോസ്തായിട്ട് ഉദ്ദേശിച്ചെന്നുള്ളത് ക്ലിയർ ആക്കണം, ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇവിടെ യാത്രിയുടെ പേരെന്താണ്? അമനും, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ പേര് രോഹിത് എന്നുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രോഹിത്, അരേ ക്യാ ഹുവ അമൻ തും ഇത്നെ ഉദാസ് ക്യോं ഹോ. അപ്പോൾ ഓഫീസിലേക്ക് യാത്ര ചെല്ലുമ്പോഴുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ കോൺവെർസേഷൻ വരുന്നത്. അപ്പോൾ രോഹിത് ചോദിക്കുകയാണ് എന്താണ് അമൻ എന്ത് പറ്റി എന്നുള്ളത്. അപ്പം ഇതേ സ്ഥലത്ത് തന്നെ പത്നി എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. പത്നി ചോദിക്കുന്നു എന്തു പറ്റി അമൻ
എന്താണ് പ്രശ്നം, എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അമൻ ആജ് മേ ബഹുത് ദുഃഖി ഹൂം. അപ്പോൾ അമൻ പറയാണ് എനിക്കിന്ന് വളരെ വിഷമമുള്ളൊരു ദിവസമാണ്. രോഹിത് ക്യോ ऐसी क्या बात हो गई. അപ്പോൾ രോഹിത് ചോദിക്കുകയാണ് എന്താ കാര്യം, എന്തിനാ വിഷമിക്കുന്നത്. അമൻ ആജ് മുझे एक बहुत बड़ी गलती का एहसास हुआ. ഇന്നാണ് ഞാൻ ചെയ്ത ഒരു വലിയ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞത്. രോഹിത് ഗൽത്തി കോൺസി ഗൽത്തി. ഓ മിസ്റ്റേക്കോ, എന്താ മിസ്റ്റേക്ക്. अमन ई मैं कट ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. कल दफ्तर आते वक्त मेरे रिक्शे वाले की तबीयत खराब हो गई थी. मैंने वह बात जानने के बावजूद उसकी मदद नहीं की. അപ്പോൾ അമൻ പറയാണ് ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആ റിക്ഷ ഡ്രൈവർക്ക് വയ്യാതെയായി, പക്ഷെ അയാൾക്ക് വയ്യാന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. रोहित ऐसा क्यों किया तुमने, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്. अमन मुझसे उसे पहचानने में भूल हो गई थी. मुझे लगा कि वह ढोंग कर रहा है. അപ്പോൾ അമൻ പറയാണ് എനിക്ക് തോന്നിയത് അയാള് വെറുതെ നടിക്കുകയാണ് എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാണ്ടിരുന്നത്. ശരിക്കും അയാൾക്ക് വയ്യായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന്. रोहित यह तो कल की बात है ना, तुम ഇസെ ലേക്കർ ആജ് ദുഃഖി ക്യോ ഹോ രഹേ ഹോ. ഇത് ഇന്നലത്തെ കാര്യമല്ലേ, നീ ഇന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്തിനാണ് വിഷമിക്കുന്നത്. അമൻ ആജ് അസ്ലം यानी कि मेरे रिक्शे वाले के बदले एक नया रिक्शा वाला आया. उसने बताया कि असलम की मृत्यु हो गई है. അപ്പം അമൻ പറയാണ് ഇന്ന് അസ്ലമിന് പകരം വേറൊരു ഓട്ടോക്കാരനാണ് വന്നത്. അയാൾ പറഞ്ഞു എന്താണ് അസ്ലം മരിച്ചു എന്ന്. രോഹിത് അബ് मैं समझा यह बहुत बुरा हुआ असलम के साथ. അപ്പോൾ രോഹിത് പറയാണ് ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, അയ്യോ എന്നാലും അസ്ലമിന്റെ കാര്യം കഷ്ടായി പോയി എന്ന് പറയാണ്. അമൻ അഗർ കൽ मैंने थोड़ी हमदर्दी दिखाई होती तो शायद आज वह जिंदा होता. പക്ഷെ ഇന്നലെ ഞാൻ അയാളുടെ അടുത്ത് കുറച്ചെങ്കിലും ഒരു ഹംദർദി എന്ന് പറയുമ്പോൾ എന്താ സഹാനുഭൂതി കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പം അയാൾ ജീവനോടെ ഇരുന്നേനെ എന്ന് പറയാം. रोहित हाँ शायद लेकिन उसको क्या बीमारी थी. അപ്പോൾ രോഹിത് പറയാണ് ശരിയാണ്, ചിലപ്പോൾ അയാൾ ഇന്നും ജീവിച്ചിരുന്നേനെ, പക്ഷെ അയാൾക്ക് എന്തായിരുന്നു അസുഖം. അമൻ उसके दोनों गुर्दे खराब थे, डॉक्टर ने उसे रिक्शा चलाने से मना कर रखा था. അപ്പം അയാളുടെ 2 കിഡ്നിക്കും അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഡോക്ടർ റിക്ഷ ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. രോഹിത് വ ഗരീബി കെ കാരണം റിക്ഷ ചലാത്ത ഹോഗ. അപ്പോൾ രോഹിത് പറയാണ് അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞാലും ചിലപ്പോൾ അയാൾക്ക് ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് മോശമായതുകൊണ്ട് ഒരുപാട് ദാരിദ്ര്യം ഉള്ളതുകൊണ്ടായിരിക്കും ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നത് എന്ന്. അമൻ ഉസ്കി ഹാലത്ത് ബഹുത് നാസുക് थी, वह अपना पेट पकड़कर करा रहा था. അപ്പം അമൻ പറയാണ് അയാളുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു, ഇന്നലെ ഇങ്ങനെ വയറ് വേദനിച്ചിട്ട് അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയുമായിരുന്നു. രോഹിത് ഉസെ ബഹുത് ദർദ് ഹുവാ ഹോഗ. രോഹിത് പറയുന്നുണ്ട് അതെ ശരിക്കും അയാൾക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. അമൻ ഹാ मैं अपने आप को एक अपराधी की तरह महसूस कर रहा हूँ. അപ്പം അമൻ പറയാണ് ശരിയാണ്, എനിക്കിപ്പം ഞാൻ ഒരു അപരാധിയാണെന്നുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത്. രോഹിത് തും ഇൻ സാരി ബാത്തോं को भूल जाओ എന്നൊന്ന് ആഡ് ചെയ്യണം കേട്ടോ അവിടെ. ജോ ഹോനാ ഥാ വ ഹോ ഗയ. അപ്പോൾ രോഹിത് പറയാണ് നീ ഈ കാര്യങ്ങൾ മറന്നു പോയിക്കോ, എല്ലാം എന്തായാലും സംഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പം ഇത് ആലോചിച്ചിട്ട് എന്താണ് കാര്യം. അമൻ मैं उसके परिवार की मदद करना चाहता हूँ. അപ്പോൾ അമൻ പറയാണ് ഞാൻ അയാളുടെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. രോഹിത് ഹാ വഹി ഠീക്ക് രഹേഗ. അപ്പം രോഹിത് പറയുന്നു അതന്നെയാണ് ശരി എന്ന്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ 6 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മിനിമം 12 എക്സ്ചേഞ്ചസ് വേണം, അതായത് 12 എക്സ്ചേഞ്ചസ്, ടോട്ടൽ 12 ആണ്, ഒരാൾക്ക് 6 ഡയലോഗ്സ് വീതം. ഇതേ സ്ഥലത്ത് രോഹിത്തിന്റെ പേര് മാറ്റിയിട്ട് പത്നി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറായി. 23rd क्वेश्चन दिलीप अपनी सहेली के साथ सिनेमा देखने गया, हेमा रूठकर माँ के घर चली गई. दिलीप उस दिन की डायरी में इसका जिक्र करता है, वह डायरी लिखे. അപ്പം ദുഃഖ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ഒരു ഡയറി തന്നിട്ടുണ്ട്, ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസ് ക അഭാവ്, ഹേമ കി അസന്തുഷ്ടി, ആത്മസംഘർഷ്. അപ്പോൾ അവരുടെ ആ ഒരു റിലേഷനിൽ വിശ്വാസം ഇല്ലാത്തത്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നത്. അതുപോലെ തന്നെ ഹേമ എപ്പോഴും അൺഹാപ്പി ആയിട്ടിരിക്കുന്നതും പിന്നെ ദിലീപിൻ്റെ ആത്മസംഘർഷവും, ഇതാണ് ആ ഡയറിയിൽ ഉൾപ്പെടുത്തേണ്ടത്.
24th क्वेश्चन, आज भी वह रकम अमेरिका में जरूरतमंदों के हाथों में घूम रही है. इस घटना का जिक्र करते हुए एक छात्र अपने मित्र को पत्र लिखता है. वह पत्र लिखे. അപ്പോൾ ആനന്ദ് കി ഫുൽജടിയാൽ ലാസ്റ്റ് പറയുന്നത് ഈ ഒരു സ്റ്റോറിനെ കുറിച്ചാണല്ലോ. അപ്പോൾ അമേരിക്കയിലെ ആളുകളുടെ കയ്യിലല്ല, ആവശ്യക്കാരുടെ കയ്യിൽ ആ ഒരു എമൗണ്ട് ഇപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു സ്റ്റുഡന്റ് ഒരു ലെറ്റർ എഴുതുകയാണ് ഫ്രണ്ടിന്. ആ ഒരു ലെറ്റർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ബേസിക് ഫോർമാറ്റിന് 2 മാർക്സ് ആണ് ലെറ്ററിന്, 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം ആ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു, ഫോർമാറ്റ് എഴുതുന്നു, പ്ലേസ്, ഡേറ്റ്, പ്രിയ മിത്ര, പിന്നെ അതിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു 2 ലൈൻ മിത്രനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എഴുതിയിട്ട് ഈ ഒരു സ്റ്റോറി തന്നെ എഴുതുക. എന്നിട്ട് ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റും ഫോർമാറ്റിൽ എൻഡ് ചെയ്യുമ്പം പ്രിയ മിത്ര പറഞ്ഞിട്ട് എഴുതണമല്ലോ, അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഗരീബ് വിദ്യാർത്ഥി കാ മദദ് മാംഗ്ന, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കാ ഉപദേശ്, ജറൂറത്ത്മന്ദോ കെ ഹാത്തോ മേ റുപയെ കാ മൂല്യ. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്താണ്? ആ പാവപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ് ഹെൽപ്പ് ചോദിച്ചു വരുന്നത്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉപദേശിക്കുന്നത്, അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു അഡ്വൈസ്, അതുപോലെ തന്നെ ജറൂറത്ത്മന്ദോ കെ ഹാത്തോ മേ റുപയെ കാ മൂല്യ, ആവശ്യക്കാരുടെ കയ്യിൽ ഒരു ചെറിയ എമൗണ്ട് പൈസയ്ക്ക് വരെ എത്രയും മൂല്യം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. 25th क्वेश्चन, मान ले आपके स्कूल में 20 नवंबर को सौहृदा दिवस समारोह होने वाला है. इस अवसर पर जीवन कौशल लाइफ स्किल संबंधी लघु चित्र शॉर्ट फिल्म, लघु चित्र എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിമാണ്, का प्रदर्शन होगा. इसके लिए उचित പോസ്റ്റർ തയ്യാർ करें. അപ്പോൾ പോസ്റ്ററിന്റെ ബേസിക് ഫോർമാറ്റ് എന്താണ്? ഒരു ഔട്ട്ലൈൻ വേണം, പോസ്റ്ററിന് ഹെഡിങ് കൊടുക്കണം, എന്നിട്ട് സ്കൂളിന്റെ പേര്, പിന്നെ പ്രോഗ്രാം എന്താണ്. അപ്പോൾ അതിൽ സൗഹൃദ ദിവസ് സമാരോഹ് കെ അവസർ पर ജീവൻ കൗശൽ സംബന്ധി ലഘുചിത്ര കാ പ്രദർശൻ, അത് വലുതാക്കി എഴുതുക. എന്നിട്ട് താഴെ അതിൻ്റെ ടൈം, പിന്നെ എവിടെയാണ് നടക്കുന്നത്, ഇനി ആരെങ്കിലും ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ അത്. അപ്പോൾ ഇതിൽ ആ ഉദ്ഘാടനത്തിനെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഉദ്ഘാടൻ, പ്രാചാര്യ, പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബ് നടത്തുന്ന പ്രോഗ്രാമായിട്ട് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ആരെങ്കിലും ഒരാൾ ഉദ്ഘാടനം ചെയ്യണതായിട്ട് കൊടുക്കണം. പിന്നെ സമയ സ്ഥാൻ ഒക്കെ കൊടുക്കുക, സബ്കാ ഹാർദിക് സ്വാഗത് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. 26th क्वेश्चन, अंग्रेजी संवाद का हिंदी में अनुवाद करें. അപ്പോൾ ഇംഗ്ലീഷ് കോൺവെർസേഷനെ ഹിന്ദിയിലേക്ക് അനുവാദം എന്താണ്? ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള കോൺവെർസേഷൻ സച്ചിൻ ആൻഡ് രാഹുൽ, 2 കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷനാണ്. സച്ചിൻ, ഗുഡ് മോർണിംഗ് രാഹുൽ. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സുപ്രഭാത് രാഹുൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് തന്നെ ഹിന്ദിയിൽ എഴുതിയാലും കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ് രാഹുൽ. രാഹുൽ പറയുന്നു ഗുഡ് മോർണിംഗ്, ആർ യു കമ്മിങ് ടു സ്കൂൾ ബൈ ബസ്. അപ്പോൾ രാഹുലും ഗുഡ് മോർണിംഗ്, എന്നിട്ട് ചോദിക്കുകയാണ് ക്യാ തും ആജ് സ്കൂൾ ബസ് മേ ആ രഹേ ഹോ, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ സച്ചിൻ, നോ ഐ എം കമ്മിങ് ബൈ കാർ, നെഹി മേ ആജ് കാർ മേ ആ രഹാ ഹൂ എന്നെഴുതി അവസാനിപ്പിക്കാം. 2 ബോയ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്, അതുകൊണ്ടാണ് തും ആ രഹേ ഹോ, മേ ആ രഹാ ഹൂ എന്നൊക്കെ എഴുതുന്നത്. ഗേൾസ് ആണെങ്കിൽ ക്യാ തും ആജ് ബസ് മേ സ്കൂൾ ആ രഹി ഹോ എന്നാണ് ചോദിക്കേണ്ടത്. നെഹി മേ കാർ മേ ആ രഹി ഹൂ എന്നാണ് എഴുതേണ്ടത്. രാഹുൽ, ഓക്കെ വേർ ആർ യുവർ ഫ്രണ്ട്സ്. അപ്പോൾ രാഹുൽ, हाँ ठीक है, तुम्हारे दोस्त कहाँ है. सचिन, दे आर प्लेइंग इन द ग्राउंड, वे मैदान में खेल रहे हैं. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ मैदान. പിന്നെ അപ്പോൾ ആ സെന്റൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. രാഹുൽ, ഓക്കെ സച്ചിൻ ബൈ, हाँ ठीक है सचिन, अब मैं जाता हूँ എന്ന് എഴുതി അവസാനിപ്പിക്കാം. 27 से 30 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखिए. 27 to 30 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 8 മാർക്സ് ആണ്. 27th क्वेश्चन, किसी एक मनपसंद फिल्म की समीक्षा लिखिए. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമിനെ കുറിച്ചൊരു നിരൂപണം എഴുതാനാണ് പറയുന്നത്. फिल्म का कथासार, निर्देशक की भूमिका, पटकथा, संवाद, अभिनय आदि अपना दृष्टिकोण. അപ്പോൾ ഈ ഒരു ഫിലിമി സമീക്ഷയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഫിലിമിന്റെ പ്ലോട്ട്, അതേപോലെ തന്നെ അതിൽ ഡയറക്ടർക്കുള്ള റോള്, പിന്നെ സ്ക്രിപ്റ്റ്, അതിലത്തെ ഡയലോഗ്സ്, അഭിനയം എക്സെട്ര. അപ്ന ദൃഷ്ടികോൺ, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഫിലിമി സമീക്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ബ്ലാക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതും എക്സ്ട്രാ ആയിട്ട് ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. 28 क्वेश्चन, केरल में बाल श्रम की रोकथाम के लिए सरकार द्वारा की गई कार्रवाइयों की सूचना पाने के लिए आलोक निवास पालक्काड की ओर से सार्वजनिक सूचना अधिकारी रोजगार विभाग
കേരള സർക്കാർ के नाम एक सूचना अधिकार पत्र तैयार करें. അപ്പം ഈ സൂചന അധികാർ പത്രത്തിന്റെ ബേസിക് ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാലോ. ലെറ്റർ എഴുതുന്ന ആളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇതിലത്തെ ഇപ്പൊ കൊടുക്കേണ്ടത്. ബേസിക് ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് അതിലെ ആൾക്കാരുടെ പേര്, സ്ഥലം, എന്ത് കാര്യത്തിനെ കുറിച്ചാണ് അവർ ഈ ലെറ്റർ എഴുതുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് മാറുക. അപ്പൊ അത് ഇവിടെ തന്നിട്ടുണ്ട്. പേരെഴുതുന്ന ആളുടെ പേര് ആലോകാണ്, സ്ഥലം ആലോക് നിവാസ് പാലക്കാട്. ആർക്ക് വേണ്ടിയ ലെറ്റർ അയക്കുന്നത്? സാർവജനിക് സൂചന അധികാരിക്ക്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ റോസ്ഗാർ വിഭാഗ് കേരള സർക്കാർ കെ നാം ആണ് എഴുതേണ്ടത്. എന്നിട്ട് ബേസിക് ആയ എല്ലാ കാര്യങ്ങളും എഴുതി വന്നിട്ട് ക്വസ്റ്റ്യനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പം നമ്മൾ സഡക് ദുർഘടനയെ കുറിച്ചിട്ടുള്ളത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്നതിനെ കുറിച്ച്. അതല്ലാതെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വ്യത്യാസം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാൽശ്രം കി റോക്താം കേലിയാണ്. അതായത് ബാലവേല തടയുന്നതിന് വേണ്ടിയിട്ട് ആണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, കേരള സർക്കാർ की ओर से बाल श्रम को रोकने के लिए क्या क्या कार्रवाइयां की गई है, बाल श्रम को रोकने के लिए क्या क्या नियम है, അങ്ങനെയൊക്കെ ചോദിക്കാം. ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. अगर कहीं बाल श्रम करवाया जा रहा है या नजर में पड़े तो किस कार्यालय में सूचना देनी होगी. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഇനിയിപ്പോ എവിടെയെങ്കിലും ബാൽശ്രം, അതായത് പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ അർത്ഥം ഇതാണ്: ബാൽശ്രം നിർത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാൽശ്രം നിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിയമങ്ങളുണ്ട്, ആരെങ്കിലും എവിടെയെങ്കിലും കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏത് ഓഫീസിലാണ് അറിയിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഈ ലെറ്ററിന്റെ ബേസിക് ഫോർമാറ്റിൽ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് പോലെ കൺക്ലൂഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ആ ഫോർമാറ്റ് തെറ്റിക്കരുത്. കാരണം ഔട്ട്ലൈനും അതേപോലെ തന്നെ സ്റ്റാമ്പും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 29 ക്വസ്റ്റ്യൻ, ബഡ്തി ബീമാരിയാ വിഷയ പർ എക് ലേഖ തയ്യാർ കരെ. അപ്പം കൂടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ ഒരു ലേഖ എഴുതാനാണ് പറയുന്നത്. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ജീവൻ ശൈലി മേ ആയ പരിവർത്തൻ, സഫായി കാ അഭാവ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ക്ലെൻലിനെസ്, ശുചിത്വത്തിന്റെ കുറവ്, വിഷയലെ ഖാദ്യ പദാർത്ഥ, സ്വാസ്ഥ്യ സംബന്ധി ജാഗരൺ കി കമ്മി, അതുപോലെ തന്നെ ക്ലെൻലിനെസിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഇല്ലായ്മ. ജാഗരൺ ചെയ്യാന്ന് വെച്ചാൽ അവെയർ ആക്കുക, ആൾക്കാരെ ബോധവൽക്കരിക്കുക. അപ്പൊ ആ ബോധവൽക്കരണത്തിന്റെ കുറവ്, ഇതൊക്കെയാണ് ഈ അസുഖങ്ങൾക്ക് കാരണം എന്നുള്ള രീതിയിലാണ് ഈ ലേഖ എഴുതേണ്ടത്. പിന്നെ 30th क्वेश्चन, मान ले बाजार में नए मॉडल की स्मार्ट टीवी आने वाली है, इसके लिए एक आकर्षक विज्ञापन तैयार करें. അപ്പം മാർക്കറ്റിൽ ഒരു പുതിയ മോഡലിലുള്ള ഒരു സ്മാർട്ട് ടി വി വരുന്നുണ്ട്, അതിന്റെ അഡ്വർടൈസ്മെന്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്വർടൈസ്മെന്റിനും ബേസിക് ആയിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിൽ മുകളിൽ എന്തെഴുതാം നിങ്ങൾക്ക്? സ്റ്റാർ കമ്പനി की तरफ से नए मॉडल की स्मार्ट टीवी. അത് ഭയങ്കര വലുതാക്കി എഴുതുക. എന്നിട്ട് താഴെ അതിന്റെ വിശേഷതായി എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള 4 പോയിന്റ്സ് എഴുതുക. നവ് നൂതൻ ടെക്നോളജി സെ യുക്ത് ആകർഷക് ഡിസ്പ്ലേ വിഭിന്ന ആകാർ മേ കം ദാം. ഇതൊക്കെ ആ സ്മാർട്ട് ടിവിയുടെ പ്രത്യേകതകളാണ്. അത് വിശേഷതായി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ജൽദ് ഹി ഖരീദേ 10% की बचत करे എന്ന് വെച്ചാൽ പെട്ടെന്ന് മേടിക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു സ്പേസ് കൊടുത്തിട്ട് ഇപ്പൊ 25,000 റുപ്പീസ് അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ ആ ഇത്രയും രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ആകർഷകമായിട്ട് അത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സൂചന അധികാരിക്ക് എഴുതുന്ന പത്രവും അതുപോലെ തന്നെ ഈ ഫിൽമി സമീക്ഷയും ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കണം. പിന്നെ ലേഖ എഴുതാതിരുന്നു കഴിഞ്ഞാൽ ലാംഗ്വേജിൽ നല്ല ഹോൾഡ് ഇല്ലാത്ത ആളുകൾ സ്ട്രഗിൾ ചെയ്യും. അപ്പം എക്സാം സമയത്തിന് എഴുതി തീർക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇത് നിങ്ങൾ മുൻകൂട്ടി പഠിക്കുന്ന ടോപ്പിക്കിൽ വരണമെന്നില്ല. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തന്നിട്ട് അതിൽ എഴുതാൻ വേണ്ടി പറയാം. ഇപ്പൊ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് സ്മാർട്ടായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഫിൽമി സമീക്ഷയും അതുപോലെ തന്നെ സൂചന അധികാരിക്ക് നാം പത്ര ഇതുമാണ്. അപ്പൊ ഇതിന്റെ ബേസിക് ഫോർമാറ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതിൽ നീട്ടി സെന്റൻസ് ആക്കി എഴുതേണ്ടത് ആകെ കൂടിയിട്ട് ആ ക്വസ്റ്റ്യൻസ് 3-4 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അങ്ങനെ അതും ആ ഫോർമാറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 മാർക്സ് സിംപ്ലി നിങ്ങൾക്ക് കിട്ടും. പിന്നെ വിജ്ഞാപനം അറ്റംപ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ വിജ്ഞാപനം ഇത്തിരി അട്രാക്റ്റീവ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ട് കറക്റ്റ് ഫോർമാറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്സ് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതേപോലെ പാരിഭാഷിക് ശബ്ദാവലി അത് ആരും സ്കിപ്പ് ചെയ്യരുത്.
സംക്ഷേപന്റെ ക്വസ്റ്റ്യൻ അതും സ്കിപ്പ് ചെയ്യാതെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് തീരുന്ന ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമാണ് സമയത്തിന്റെ ഉള്ളിൽ ഈ എക്സാം നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലേഖും കുറെ ആസ്വാദൻ ടിപ്പണി അങ്ങനെ കുറെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ എഴുതിയിട്ട് അവസാനം നിങ്ങൾക്ക് സമയം തികയാതെ വരും. അപ്പം സ്മാർട്ടായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തന്നെ ഫിലിമി സമീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഏതെങ്കിലും ഒരു ഫിലിമിന്റെ സമീക്ഷ പഠിച്ചിട്ട് പോവുക. അല്ലാതെ എക്സാം ഹാളിൽ ഇരുന്നിട്ട് എനിക്ക് ഈ സിനിമ നല്ല ഇഷ്ടമായിരുന്നു, ഞാൻ അതിന്റെ ഫിലിമി സമീക്ഷ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കഥയോ ഡയറക്ടറിന്റെ പേരോ മ്യൂസിക് കോമ്പോസറിന്റെ ആക്ടേഴ്സിന്റെ പേരും കാര്യങ്ങളും ഒന്നും ഓർമ്മ വരണമെന്നില്ല. അപ്പം അവിടെ ഇരുന്നിട്ട് സ്ട്രഗിൾ ചെയ്യണതിനേക്കാളും നല്ലത് മുൻകൂട്ടി ഏതെങ്കിലും ഒരു ഫിലിമി സമീക്ഷ പഠിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസിന്റെ ഒന്നും ആൻസർ ആയിട്ട് വായിച്ച് പറഞ്ഞിട്ടില്ല ഈ വീഡിയോയില്. അതെന്താ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും മുൻപേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ +1 പ്ലേലിസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്യാം. ആവശ്യമുള്ളവര് താല്പര്യമുള്ളവര് ആ ചാപ്റ്റേഴ്സിന്റെയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെയും വീഡിയോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. +1 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ ആ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.